ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു 4 മണി പലഹാരമായാലോ. ഇന്ന് നമുക്കൊരു ഉള്ളിപ്പക്കുവടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് കടലമാവ്, ഒരു സബോള, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എല്ലാം വേണം. സബോള നന്നായി കുത്തിയരിഞ്ഞതും, പച്ചമുളക് ചെറുതരിഞ്ഞതും, വെളുത്തുള്ളി ചതച്ചതും, കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ച് കടലമാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗരം മസാല ഒരു അര സ്പൂൺ മുളക് പൊടി, ഒരു ശകലം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ്, അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കായമുണ്ടെങ്കിൽ കായവും ഇട്ട് കൊടുക്കാവേ, ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അതിനുശേഷം നന്നായിട്ട് നമുക്കൊരു സ്പൂൺ എടുത്ത് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് ഏകദേശം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ചട്ടി അടുപ്പേ വെച്ച് ചട്ടിയുടെ വെള്ളമൊക്കെ പറ്റട്ടെ. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊഴിച്ച് കൊടുത്തു. ഓയിലൊക്കെ നന്നായി ചൂടുന്ന സമയത്ത് നമുക്ക് പക്കോട കൈയുടെ അളവിലോ സ്പൂണിൻ്റെ അളവിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ കയ്യിലോ സ്പൂണിലോ ഒക്കെ, ഞാൻ സ്പൂണിലാണ് ഇടുന്നത്. അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. എന്തേരം വെള്ളം നമുക്കിടാം. ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. ഒരുപാട് എണ്ണയിൽ വറുത്ത് കോരാമെങ്കിൽ അങ്ങനെ വരാം. നമുക്ക് ഒരുപാട് എണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്. കുറേയും കൂടെ എണ്ണ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേയും കൂടി ഇട്ട് വറക്കാം. ഞാൻ ഒത്തിരി എണ്ണ എടുത്തിട്ടില്ല. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ആദ്യം ഇട്ട് നമ്മൾ വറുത്തെടുത്തു. ഇനി നമുക്ക് അടുത്തത് കൂടെ വറുത്തെടുക്കാം. ഇവിടെ പക്കോട എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സോസിൻ്റെ കൂടെ നമുക്ക് ഒരു നല്ല ചൂട് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്.